എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉദയഭാനുണ്ട് ശ്രീകല ചോദിക്കണം, നിങ്ങൾ എന്ത് വർത്താനം മനുഷ്യ പറയണേ? ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ അങ്ങ് ചെന്ന് കയറി കൊടുത്താലും മതി, നമ്മുടെ കയ്യിൽ 5ന്റെ പൈസ ഉണ്ടോന്ന് ചോദിക്കാം. എടി ഭാര്യയെ, ഇതാ പറയണ നിനക്ക് ബുദ്ധിയും വിവരവും ഇല്ലെന്ന്. എന്ത്? നമ്മുടെ ഈ പൈസയൊന്നും വേണ്ടെന്ന് പറയാ. പൈസ ഇല്ലാതെ പിന്നെ നമ്മൾ എങ്ങനെ ഡ്രസ്സ് എടുക്കും? പോയി ചിരിച്ച് കാണിച്ചിട്ട് തിരികെ വന്ന ഡ്രസ്സ് കിട്ടുമോന്ന് ചോദിക്കുക. അവിടെയാ നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടതെന്ന് പറയാ. ബാലനും കൂട്ടിനും ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ടല്ലോ, നമ്മൾ ആ ഒപ്പം തന്നെ കേറിയിട്ട് നമ്മുടെ ബില്ലും കൂടെ അവരുടെ കയ്യിലേക്ക് കൊടുക്കും. നല്ല കഥേ. ഇനിയിപ്പോ ആ ബാലൻ ഡ്രസ്സ് എടുത്ത് കഴിയും പറയാ, ഇതേ ഉദയ സാറേ ഈ ബില്ല് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയുന്നത് നമ്മൾ നാണം കെടില്ലേ? അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. എല്ലാം ഞാൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. നീ ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, അച്ഛാ ഇതിന്റെയൊക്കെ കാര്യമുണ്ടോ? പിന്നല്ലാതെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. എവിടെന്നേലും ഇതേ ഇച്ചിരി വല്ല പൈസയും കടം മേടിച്ച് ഒരു സാധാരണഗതിയിലുള്ള എന്തേലും കാപ്സായോ അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് നടക്കേണ്ട വരും. അത് മതിയോ നിനക്ക്? അങ്ങനെയെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഇതിലാണെങ്കിൽ ഈ കാര്യത്തില് നമുക്ക് ഇച്ചിരി നമ്മൾ ഒന്ന് മെനക്കെടുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് ഈ പേര് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും കല്യാണത്തിനും അതിന് ശേഷം ഇടാനുള്ള ഡ്രസ്സ്. എങ്ങനെയുണ്ട് ഐഡിയ? അത് കൊള്ളാം, അത് നല്ല ഐഡിയ തന്നെയാന്ന് പറയണം. ശ്രീദേവിക്ക് ഭയങ്കര വിഷമായിരുന്നു. എന്നാലും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ശ്രീദേവിയുടെ മനസ്സിൽ. ഈ അച്ഛന്റെ അമ്മയുടെ ഒരു കാര്യം മനുഷ്യനെ വെറുതെ നാണം കൊടുത്തെന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ശ്രീവിദ്യേനെ കൂടെ വിളിച്ചോ, അവളും കൂടെ വരട്ടെ, അവൾക്കുള്ള ഡ്രസ്സ് കൂടെ നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ റെഡിയായിട്ട് പോകാൻ തുടങ്ങുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ ബാലനും ഗോമതി എല്ലാവരും കൂടെ കടയിലേക്ക് വരുവാണ്. അപ്പൊ വലിയ കടയില. അങ്ങനെ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് ചോദിച്ചു, എന്താ സാർ കല്യാണത്തിനാണ് ഡ്രസ്സ് എടുക്കാനാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് നിന്നു. അല്ല, ആദ്യം നമുക്കൊരു കാര്യം ചെയ്താലോ, പെണ്ണിന് പുടവ എടുക്കേണ്ട നമ്മളല്ലേ, അപ്പൊ പെണ്ണിനുള്ള പുടവ എടുത്താലോന്ന് ബാലൻ ചോദിക്കുക. ഗോമതി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെക്ഷൻ ആദ്യം നോക്കാന്ന് പറയാ. അതെവിടെയാന്ന് ചോദിക്കുകയാണ്. അത് മുകളിലത്തെ സെക്ഷൻ വരൂ സാറെന്ന് പറയണം. അല്ല, ഏത് കളറാ ഇനിയിപ്പോ ശ്രീദേവിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയത്തില്ലോ. ഒരു കാര്യം ചെയ്യ ഗോമതി, നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, ഞാൻ വിളിക്കാം അച്ഛാന്ന് പറയണം. നീ വിളിക്കാനോ? എന്തിനാ നീ വിളിക്കണം? എന്നാ വേണ്ട, അമ്മ വിളിച്ചോട്ടെ എന്ന് പറയണം. ഗോമതി പറഞ്ഞു, അവൻ പറഞ്ഞില്ലേ അവൻ വിളിക്കട്ടെ എന്ന് പറയണം. വേണ്ട ഗോമതി, നീ വിളിച്ചാ മതി. എന്താ ബാലേട്ടാ, അവന്റെ ആഗ്രഹമല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് അങ്ങനെ വിളിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഉദയഭാനു അവരും കൂടെ കയറി വരുന്നത്. ആഹാ, ഇത് കൊള്ളാലോ, അപ്രതീക്ഷിതമായൊരു കൂടിക്കാഴ്ചയായി പോയല്ലോ എന്ന് പറയണം. ഉദയഭാനു പറഞ്ഞു, എന്ത് ചെയ്യാൻ എന്റെ ബാല, ഞാൻ പുറത്തുനിന്നൊക്കെ ഡ്രസ്സ് എടുക്കാന്ന് കരുതിയതാ. പക്ഷെ ഇവിടുത്തെ പോലെ ഈ മുണ്ടും രൂപയും കുർത്തി ഇതൊന്നും സാധനം അവിടെ കിട്ടത്തില്ലോ. അതുപോലെ തന്നെ നല്ല സാരികളോ ഐറ്റംസ് ഒന്നും പുറത്തിങ്ങനെ കാണത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ എടുക്കാന്ന് വെച്ചെന്ന് പറയാം. ഇനിയിപ്പോ ബാലിനെയും എല്ലാരെയും കണ്ടതുകൊണ്ട് ഗുണമായി, നമുക്ക് ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരുമിച്ച് എടുക്കാല്ലേന്ന് ചോദിക്കണം. അതെ, അത് നല്ല കാര്യമായെന്ന് പറയണം. ആ സമയം ആനന്ദ് ശ്രീദേവിനെ നോക്കുകയാണ്. ശ്രീദേവി ആനന്ദിനെ രണ്ടുപേരും കൂടെ ഇത്തിരി കുറച്ച് സമയം നോക്കുകയാണ്. ആ സമയം പെട്ടെന്ന് തന്നെ അനുശ്രീ പറഞ്ഞു, അതെ ആനന്ദേട്ടാ, എന്താ ഈ വായി നോക്കുന്നത്? ഒന്ന് മര്യാദയ്ക്ക് നേരെ നിൽക്കുക, മനുഷ്യൻ നാണം കെടുത്താന്ന് പറയണം. ആനന്ദിനെ കളിയാക്കുവാണ്. പിന്നീട് ശ്രീദേവി എന്നിട്ട് ഗോമതിയോടും ബാലനോടും ഒക്കെ സുഖമാണെന്ന് ചോദിക്കണം. സുഖമാ മോളെന്ന് പറയണം. മീനാക്ഷിയോടും മിത്രയോടും ഒക്കെ ചോദിക്കുകയാണ്. അവസാനം ആരിന്റെയും ആകാശിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു. അപ്പൊ ആകാശ് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമല്ല സുഖം, അവിടെ നിൽക്കുന്ന ഒരാൾ കൂടെ സുഖം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കുകയാണ്. പിന്നീട് ബാലിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ലച്ചാ എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്ന കടയിൽ ആരാന്ന് ചോദിക്കുക. ഇത് കേട്ടതും ബാലിനങ്ങ് ഒരടിയും കൂടെ പൊങ്ങി. കണ്ടില്ലേ, മോൾക്ക് ഇങ്ങനെ ഈ ചടങ്ങുകളൊക്കെ നടക്കുള്ള കടയെ കുറിച്ച് എന്തൊരു ഉത്തരവാദിത്വമാണ്. കടയിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോണമെന്ന് മോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞേ, പെൺകുട്ടികളായെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയാം. ഇത് കേട്ടതും മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കുവാണ്. അവരും രണ്ട് മരുമക്കൾ തന്നെയാണല്ലോ. പിന്നീട് ബാലൻ ചോദിച്ചു, അല്ല നമ്മൾ ആദ്യം ഏത് ഡ്രസ്സ് എടുക്കണേന്ന് ചോദിക്കുക. ഗോമതി പറഞ്ഞു, കല്യാണപ്പുടവ തന്നെ എടുത്തേക്കാം, അതാദ്യം എടുക്കാന്ന് പറയണം. അങ്ങനെ അവർ ആ സെക്ഷനിലേക്ക് പോണ സമയത്ത് ഗോമതി ബാലനോട് ചോദിച്ചു, അല്ല എത്ര രൂപയുടെ എടുക്കണം? നമ്മുടെ കുറച്ച് ഇതിലെടുക്കാമല്ലോ, ഒത്തിരി വലിയ വിലയുടെ വേണ്ട, എന്നാലും നമ്മൾ ഒട്ടും കുറവ് കാണിക്കില്ലല്ലോ, അപ്പൊ അതിൻ്റെതായ രീതിയിൽ എടുക്കണമെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് പുടവ എടുക്കാൻ വേണ്ടി ഇരിക്കുക. ശ്രീദേവി ശ്രീകലയൊക്കെ അവിടെ ഇരിക്കുന്ന പുടവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോന്നെടുത്ത് നോക്കുകയാണ്. ഇങ്ങനെ പുടവ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം മിത്ര പറഞ്ഞു, ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്ക് എന്റെ കാര്യം ഓർമ്മ വരുവാന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, അതെന്താ? അല്ല എനിക്ക് കല്യാണ സാരിയൊക്കെ എടുക്കാൻ വന്നേ. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ആ, ആരിനോട് ആകാശം പറഞ്ഞു കണ്ടില്ലേ, അച്ഛൻ പറഞ്ഞ് എത്ര രൂപയുടെ വല്ല സാരിയൊക്കെ ആണെങ്കിലും എടുത്തോളാൻ പറഞ്ഞ് കേട്ടില്ലേ, വില നോക്കുക വേണ്ടെന്ന്, നല്ലത് തന്നെ എടുത്തോളാൻ പറഞ്ഞ്. ഇത്രയും കാലമായിട്ടും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അച്ഛൻ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടോന്ന് ചോദിക്കുക, ഇല്ല അതാണ് പറഞ്ഞ്. പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഒരു കല്യാണം വന്നു കഴിഞ്ഞപ്പോ അതും അറേഞ്ച്ഡ് മാരേജ് ആയി കഴിയുമ്പോ അതിന്റെ പ്രത്യേകത കണ്ടോ, എത്ര രൂപയുടെ എടുക്കാം, നമുക്കൊക്കെ ആണെങ്കിലോ ഒന്നുമില്ല, ഒരു വില കുറഞ്ഞ മുണ്ടി ഷർട്ടും ഇതൊക്കെയല്ലേ എന്ന് ചോദിക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് അവര് പരസ്പരം ചിരിക്കുവാണ്. ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു സാരി എടുത്ത് ബാലൻ നോക്കുകയാണ്. ഒരു സാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വില നോക്കിയപ്പോൾ 75,000 സംതിങ് രൂപയാണ്. പെട്ടെന്ന് ബാലൻ എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല. ബാലൻ ഗോമതിനെ വിളിക്കണം, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചോണ്ട് പോവാണ്. എന്താ ബാലേട്ട എന്താ കാര്യം എന്ന് ചോദിക്കാം. ഇടി അവിടെ ഇരിക്കുന്ന ഒരു സാരിയുടെ വില എത്രയെന്ന്, 75,000. എല്ലാവർക്കും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ 1,00,000 രൂപയുള്ളൂ. 75,000 രൂപയുടെ സാരി എടുത്താൽ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചോദിക്കും. അത് ശരിയാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബാലേട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും അങ്ങോട്ട് വന്നു. എന്താ വെച്ചാ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ അവിടെ ഇരിക്കുന്ന സാരിയുടെ വില 75,000 രൂപ മോളെന്ന് പറയണം. ആണോ എൻ്റെ അച്ഛാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല്, ഞാനിവിടെ വില കുറഞ്ഞ സാരി സെക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം മീനാക്ഷിയും മിത്രയൊക്കെ അങ്ങോട്ട് ചെല്ലുവാണ് അവരുടെ അടുത്തേക്ക്. ബാലൻ അവിടെ എല്ലാം പോയി നോക്കി. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ നോക്കി 10,000 രൂപ. ആഹാ ഈ കൊള്ളാം, എന്നാൽ ഇവിടുന്ന് എടുക്കാം, 10,000 രൂപയുടെ സാരി ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലോ. അങ്ങനെ ബാലൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഗോമതി അവരൊക്കെ അങ്ങോട്ട് വന്നു. എന്താ നിങ്ങൾ സാരി സെലക്ട് ചെയ്തോന്ന് ചോദിക്കും. അവിടുത്തെ സാരി എത്ര പോരാ ബാലേട്ടെന്ന് ഗോമതി പറയണം. ആണോ, ശ്രീദേവി ശ്രീകലയോട് പറഞ്ഞു, അമ്മേ ഇതൊക്കെ മതി എന്ന് പറയണ. പോരെ മോളെ, നമുക്ക് വേറെ നോക്കാന്ന് പറയണ. ശ്രീകല നോക്കി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഇച്ചിരി നല്ല സാരി കിട്ടുന്ന സ്ഥലം, ഇച്ചിരി വില കൂടിയ സാരിയെ ശ്രീകല നോക്കുന്നേ. ശ്രീകലോട് നമുക്ക് വേറെ നോക്കാന്ന് പറയണ. അങ്ങനെ അവര് ബാലൻ ആദ്യം കണ്ട സെക്ഷനിലേക്ക് ചെല്ലുവാണ്. അവിടെ കണ്ട ഒരു സാരി എടുത്ത് നോക്കി കഴിഞ്ഞപ്പം മീനാക്ഷി നോക്കിയപ്പോൾ 1,10,000 രൂപ. എന്റെ ഭഗവാനെ, ഇത്ര രൂപയോ? പെട്ടെന്ന് ബാലനോട് പറഞ്ഞു, അച്ഛാ ദേ ഇവിടുന്ന് വേണ്ട സാരി എന്ന് പറയണം. അതെന്താ ഭയങ്കര വില അച്ഛാ? ഓ ഭയങ്കര വിലയൊന്നുമില്ല, അതിന് മാത്രം വിലയൊന്നുമില്ല, 10,000 രൂപയിലേ ഉള്ളെന്ന് പറയാണ്. അതിന് വലിയ വിലയാണോന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അച്ഛാ ഞാൻ വേണ്ട മോളെ, അതൊന്നും കുഴപ്പമില്ല, ഇഷ്ടമുള്ള എടുക്കട്ടെ എന്ന് പറയാണ്. പിന്നെ മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അവർ സാരി സെലക്ട് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാരി സെലക്ട് ചെയ്യുവാണ്. സാരിയൊക്കെ സെലക്ട് ചെയ്തിട്ട് അവരങ്ങോട്ടേക്ക് വന്ന് നിൽക്കുവാണ്. ആ സമയത്ത് സാരിയുടെ ബില്ല് കൊണ്ടേ കൊടുക്കുവാണ് മാനേജർ. അപ്പൊ സാരിയുടെ ബില്ല് തനിച്ചാ കൊണ്ടു കൊടുക്കുന്നത്. ബാക്കി എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സാരിയുടെ ബില്ല് തനിച്ചു കൊണ്ടു കൊടുത്തപ്പോൾ ബാലനത് വാങ്ങി. ഇതെന്താ ഇത്രയും വലിയ ബില്ലെന്ന് ചോദിക്കുവാണ്. അതെ ഇവിടെ അങ്ങനെയാ, കാരണം ആ സാരിയുടെ സെക്ഷൻ വേറെ സാറെന്ന് പറയണം. അങ്ങനെ ആ നോക്കിക്കഴിഞ്ഞപ്പോൾ 1,10,000 രൂപ. 1,10,000 രൂപ ഒറ്റ സാരിക്കാ? എല്ലാവരുടെയും ഡ്രസ്സ് എടുക്കുന്നേക്കാളും കൂടുതൽ പൈസ ആയിട്ടുണ്ട്. മീനാക്ഷി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛാ ഇവിടെ പൈസ കൂടുതലെന്ന്. അല്ല മീനു, ഞാൻ നോക്കിയപ്പോ 10,000 രൂപ, 10,000 ആയിരുന്നില്ല, അച്ഛന് തെറ്റിപ്പോയതാ, അച്ഛനെ കണ്ടുപിടിക്കാത്ത, അത് 1,00,000 രൂപ സംതിങ് ആയിരുന്നു പറയണം. തേമീനി എന്ത് ചെയ്യും? അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ ഡ്രസ്സ് അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് വേറെ മാറ്റി മേടിച്ചാലോ എന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോണ്ട്, ഇനി അത് നമുക്ക് കുറച്ചില്ലല്ലേ, അതിന്റെ ആവശ്യമുണ്ടോ? തൽക്കാലത്തേക്ക് അതിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ച് കൊടുക്കാന്ന് പറയാ. ഗോമതിക്കും മീനാക്ഷിക്കും ഇത്രയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പെട്ടുപോയ അവസ്ഥയാണല്ലോ. അപ്പോഴേക്കും ഉദയഭാനും കൂട്ടിലും അങ്ങോട്ട് വരുവാണ്. അതേ ബാല, എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഇനിയിപ്പം ഒരു വരവ് വരണ്ടല്ലോ, ഫംഗ്ഷനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് ബാലൻ പറഞ്ഞ, നല്ല കാര്യമല്ലേ, എല്ലാവർക്കും ഉള്ള എടുത്ത് 2-3 വട്ടം ഇറങ്ങി നടക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഉദയഭാനിന്റെ കയ്യിൽ നിന്ന് ശ്രീകല ബില്ല് അങ്ങോട്ട് മേടിച്ചു. ബില്ല് മേടിച്ചിട്ട് ബാലിന്റെ അടുത്ത് പറഞ്ഞു, അത് ബാല, നമ്മുടെ അവിടുത്തെ ആചാരം വെച്ചേ പെൺവീട്ടുകാർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ട ചെറുക്കൻ വീട്ടുകാരാ, അതുകൊണ്ട് എന്നാ ഈ ബില്ലങ്ങ് അടച്ചു. ഉദയേട്ടൻ അടയ്ക്കാൻ കാർഡ് എടുത്താ ഞാനാ പറഞ്ഞ, അത് ആചാരം, അത് അങ്ങനെ തെറ്റിക്കാൻ പാടില്ലെന്ന് എന്നും പറഞ്ഞ് ബാലിന്റെ കയ്യിലേക്ക് ബില്ല് കൊണ്ടേ കൊടുക്കുക. ബാലിനെ മീനാക്ഷിയും ഇത്രയും നോക്കണം, ബാലിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് അവര് പറഞ്ഞു, എന്താന്ന് അറിയത്തില്ല, ഭയങ്കര വിശപ്പാന്ന് ഉദയഭാനു പറയാ, ചെന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് പറയാം. ബാലൻ പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി കഴിച്ചാൽ പോരെ നിൽക്കാം. അത് ശരിയാ. ശ്രീകല പറഞ്ഞു, അതെ ഫുഡ് മേടിച്ച് തരേണ്ട ഉത്തരവാദിത്വം ചെറുക്കൻ്റെ വീട്ടുകാർക്കാന്ന് പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തേക്ക് കാണാന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോവാണ്. വല്ലാത്ത ടെൻഷനായി പോയി ഗോമതിക്ക്. ഗോമതി പറഞ്ഞു, ബാലേട്ടാ എന്തൊക്കെയാ ഇതെന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനാ ഗോമതി, അല്ല ബില്ല് എത്രയായെന്ന് നോക്കിയാൽ മോളെ, എല്ലാം കൂടെ കണക്ക് കൂട്ടിയെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കയ്യിലേക്ക് ബില്ല് കൊടുക്കുകയാണ്. മീനാക്ഷി അത് നോക്കിക്കഴിഞ്ഞപ്പം മീനാക്ഷിക്ക് തല ഇറങ്ങി. 3,50,000 രൂപ. അച്ഛാ 3,50,000 രൂപ, നീ എന്താ മോളെ പറയണെന്ന് ചോദിക്കും. ഒന്നുകൂടെ നോക്കാൻ പറയണം. അതേ അച്ഛാന്ന് പറയണം. പെട്ടെന്ന് ഗോമതിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. ഗോമതി പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, നമുക്കെടുത്ത ഡ്രസ്സെല്ലാം നമുക്ക് തിരിച്ചു കൊടുത്താലോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ശരിയാവും, അത് വേണ്ടാന്ന് പറയാണ്. അല്ലച്ചാ കല്യാണം നടത്താനുള്ള പൈസയും കൂടെ അല്ലേ
ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആയത്, ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക. എന്ത് ചെയ്യാനാ, നനഞ്ഞിറങ്ങിയില്ലേ, കുളിച്ച് കയറുക തന്നെ. ആകാശിന്റെ കയ്യിലേക്ക് ആ ഭാഗം കൂടെ കൊടുക്കുകയാണ്. വേറെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കരുതിയിരിക്കുന്ന പൈസ ബാഗിനകത്തുണ്ട്, ഞാൻ ബില്ല് കൊടുത്തിട്ട് അങ്ങോട്ട് വാ, ഞങ്ങൾ അവിടെ കാണുമെന്ന് പറയണം. പിന്നീട് ബില്ല് കൊടുത്തിട്ട് ആകാശ് വരിക. അതിനുശേഷം അവർ ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ ഉദയഭാനു പറഞ്ഞ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഉദയഭാനു ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അവിടെ കയറി ഇരിക്കുകയാണ്. കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു, സെപ്പറേറ്റ് വെള്ളം കുടിക്കാൻ വേണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി വേണ്ടാന്ന് പറയണം. ബാലൻ പറയും, അതിനെന്താ, ഒരു കുപ്പിയോളം മേടിച്ചാൽ എന്താ കുഴപ്പമിരിക്കുന്നത്, 10-20 രൂപയുടെ പ്രശ്നമില്ലെന്ന് ചോദിക്കും. ഇവിടെ അങ്ങനെയൊന്നും അല്ല, ഇവിടെ അങ്ങനെയൊക്കെ വെള്ളം മേടിക്കാൻ ഭയങ്കര റേറ്റാ, 100-200 രൂപയൊക്കെ ആവുമെന്ന് പറയണ വെള്ളത്തിനാ. അതെ അച്ഛാ, ഇത് മുന്തീനം ഹോട്ടലാന്ന് പറയണം. പിന്നീട് ആ മെനു കാർഡ് എടുത്ത് ആകാശം നോക്കുകയാണ്. ചിക്കനും അങ്ങനെയൊക്കെ 450-500, ചിക്കൻ ബിരിയാണിക്ക് 500-550 ഒക്കെയാ. എന്റെ ഭഗവാനെ, ഈ കടയില ഇത്രയ്ക്ക് വിലയൊക്കെ ഉണ്ടോ? നമ്മൾ കഴിക്കുമ്പോൾ 100-150 രൂപയാ, ഇത് എത്ര രൂപയാന്ന് ചോദിക്കാണ്. ഉദയഭാനു സാറ് പറഞ്ഞു പോയി, ഇനി എന്ത് ചെയ്യും, നമുക്ക് വേറെ കട മാറിയാലോ എന്ന് ചോദിക്കാം. അത് ശരിയാവുന്ന കാര്യമാണോ ആകാശേ? വേറെ കട മാറിയ സാറിപ്പോൾ എന്ത് വിചാരിക്കുന്നു ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം മീനു, നീ ഓർഡർ ചെയ്താൽ മതി എന്ന് ബാലൻ പറയാണ്. നീ അതിന്റെ നോക്കിയിട്ട് വില കുറഞ്ഞ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ മതി, അപ്പൊ കുഴപ്പമില്ലോ. അത് ശരിയാന്ന് പറയണ. അപ്പോഴേക്കാണോ ഉദയഭാനും അവരും കൂടെ വരുന്നത്. അതെ, കുറച്ച് ജാമായി പോയെന്ന് പറയണ. പെട്ടെന്ന് സ്ത്രീകളെ തിരുത്തണം. അത് ട്രാഫിക് ജാമിന്റെ കാര്യം ഉദ്ദേശിച്ചെന്ന് പറയും. ഓ അങ്ങനെ, അല്ല നിങ്ങൾ ഓർഡർ ചെയ്തെന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയും. പിന്നീട് ഓർഡർ ചെയ്യാതിരിക്കുന്ന കഴിയുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, മോൾ ഓർഡർ ചെയ്തോളാം മീനാക്ഷിയോട് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു, അല്ല കല്യാണപ്പെണ്ണ് ശ്രീദേവി അല്ലേ, ശ്രീദേവി ഓർഡർ ചെയ്യട്ടെ എന്ന് പറയണം. എല്ലാവർക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ബാലനും ഗോമതിക്കും. അവർക്കറിയാം ഡ്രസ്സ് എടുത്ത പോലെ ആണെങ്കിൽ മിക്കവാറും ഇവിടുന്ന് ഇറങ്ങുമ്പോഴും 10,000 കണക്കിന് രൂപയാവും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.